എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇത് നമ്മളുടെ രണ്ടാമത്തെ ഗിവ് അവേ ആണ്. വീഡിയോ നിങ്ങൾ സൂക്ഷിച്ച് കാണണം കേട്ടോ. ഇന്നത്തെ കോഡ് ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ലൈവ് കുക്കിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിയാൽ മതി. പിന്നെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടൻ വറുത്തരച്ച ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോകാം. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല ആദ്യം തന്നെ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, പിന്നെ ഒരു 3 ഗ്രാമ്പും 2 പീസ് പട്ടയും 4 ഏലക്കായും എടുത്തിട്ടുണ്ട്. ചൂടായ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കണം. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ചൂടാക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോകും. ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതുപോലെ തന്നെ വറുത്തിട്ട് പൊടിച്ചെടുക്കുമ്പം ഒരു പ്രത്യേക മണവും പ്രത്യേക ടേസ്റ്റും ആയിരിക്കും ആ കറിക്ക്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഈ കറിക്ക് മാത്രമുള്ള മസാലക്കൂട്ടാണ് കേട്ടോ ഇത്. ഇത്രയും ഈ കറിക്കകത്ത് ഇട്ട് കൊടുക്കും. ഒരുപാട് മൂക്കണ്ട കേട്ടോ. അപ്പോൾ മൂത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി കുറവ് മതി കേട്ടോ, കാശ്മീരി ചില്ലിയുടെ അത്രയും മല്ലി വേണ്ട. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം ഈ പൊടികളും ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതും ഓവറായിട്ട് മൂക്കാൻ പാടില്ല. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കും. ഒന്ന് പൊടിച്ച ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ല ചതയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് തണുക്കണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് മസാല ചതച്ചെടുക്കാം. അതായത് ഇതുപോലെ ഞാൻ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി വരും കണ്ടോ, ഇതുപോലെ. അതുകൂടാതെ നമുക്ക് 4 പച്ചമുളക് വേണം. പച്ചമുളക് ഇപ്പൊ ചതക്കത്തില്ല, ഇതൊന്ന് ചതച്ച ശേഷം മാത്രമേ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ചതക്കത്തുള്ളൂ. ഈ കറിക്ക് ഇന്ന് പേസ്റ്റ് ഇല്ലാതെ ചതപ്പ് പരിപാടി അല്ല, ഈ കറിക്ക് നമ്മൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് ചതച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ സമയമാണ് നമ്മൾ പച്ചമുളക് ഇതിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം. ഈ കറിവേപ്പിലയും കൂടി കുറച്ച് 1-2 തണ്ടിട്ടിട്ടേ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. കൂട്ടുകാരൊക്കെ കുറവാണ്, കിളികളൊക്കെ വേളം കുറവ്. പിന്നെ അവർക്കും വേണ്ട ഒരു ഹോളിഡേ. എനിക്കൊന്ന് രാവിലെ അവരെന്തൊക്കെയോ തേടി പുറപ്പെട്ടെന്ന് തോന്നുന്നു കണ്ടോ. അപ്പോൾ ഇത്രയും മതിയാകും. ദേ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കും നോക്കാം. കറിവേപ്പില ഇടിക്കുമ്പോൾ ഒരു മണമല്ലേ, പ്രത്യേക മണമാണ്. അപ്പൊ പ്രത്യേകിച്ച് ഈ കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേരുമ്പോൾ ഒരു അടിപൊളി മണമാണ്. അപ്പൊ നമ്മളുടെ പൊടി ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കും. ആദ്യം ഞാൻ പൊടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനിയാണ് ഞാൻ ഇതിൽ തന്നെയാണ് അരച്ചു എടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളകൊക്കെ ഇല്ലേ, അപ്പം നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അത്ര നന്നായിട്ട് അരയത്തില്ല. അതുകൊണ്ടാണ് ആദ്യം പെരിഞ്ജീരകമൊക്കെ ഉള്ളതുകൊണ്ടാണ് പൊടിച്ചെടുത്തത്. തുറന്നപ്പോൾ കണ്ടത് നല്ല മണം വരുന്നതാണ്. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കണേ. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ വേണം നമ്മളിത് അരച്ചെടുക്കാനുള്ളത്. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇത് കണ്ടോ, ഞാനിവിടെ 1 കിലോ പോത്തിറച്ചി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പോത്തിറച്ചിയിൽ ഞാൻ കുറച്ച് എല്ലിൻ്റെ പീസൊക്കെയാണ് എടുത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പ്രഷർ കുക്കർ എടുത്തിട്ട് നമ്മൾ ഈ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രഷർ കുക്കർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഓൺ ചെയ്തിട്ടില്ല. ഞാൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മളിത് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അല്ലേ, നോക്കിയേ. ഇതിൽ നിന്ന് കുറച്ചെടുക്കണേ, കുറച്ച് മതി. ഒരു നമ്മൾ ചതച്ചതിൻ്റെ ഒരു 1/4 ഭാഗം മതി. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത്രയും മാറ്റി വെച്ചിരിക്കുന്നത് അതിനി നമുക്ക് വേണം, അതാണ് അതവിടെ ഇരിക്കട്ടെ. പറഞ്ഞാലേ അറിയുള്ളൂ അല്ലേ, ഞാൻ വിചാരിക്കും ഇത്രയും അല്ല. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഫുള്ളാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ.
ഇതാണ് ഞാൻ പറഞ്ഞ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം എന്ന്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ കൊണ്ടെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ശരിക്കും വറുത്ത പൊടികളായതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ടെല്ലാം മിക്സ് ആവട്ടെ. ഇപ്പം ഞാൻ ഈ മസാല എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മിക്സിയുടെ ജാറിലൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ആ ഒരു അരപ്പ് ഞാൻ എടുത്തതാണ് കേട്ടോ. ഒരുപാട് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കരുത്. ഇതിപ്പോൾ മിക്സിയുടെ ജാർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. 3 ടേബിൾ സ്പൂൺ വെള്ളമേ എടുത്തിട്ടുള്ളൂ. അപ്പം അത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത്രയും മതി. പിന്നെ ഇതിലേക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട 2 തണ്ട് കറിവേപ്പില ഇതുപോലെ മീതെ ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. നമുക്കത് ഞാൻ പറഞ്ഞതുപോലെ കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുകയാണേ. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 വിസിൽ കേൾക്കുമ്പോഴേക്കും ഞാനിത് ഓഫ് ചെയ്യും. അതിനുശേഷമാണ് ബാക്കി നമ്മളിത് തയ്യാറാക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ വേഗ്. നമ്മൾ ചെറിയ 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറുതാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ, 3 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സവാളയൊന്നും കിട്ടാനേ ഇല്ല. ലോക്കൽ മാർക്കറ്റിലാണെങ്കിൽ ഒട്ടും കിട്ടാറില്ല കേട്ടോ. ഈ ലോക്കൽ മാർക്കറ്റിൽ വരുമ്പോൾ ആൾക്കാരായിരിക്കും എന്തോ വലിയ സംഭവം പറയുന്നത്. ചന്ത അത് തന്നെയാണ്. എനിക്കാണെങ്കിൽ ഈ നമ്മളിപ്പോൾ വലിയ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് അവിടേക്കുള്ള ഷോപ്പിംഗ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അതിനേക്കാളും ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നറിയാവോ, ലോക്കൽ മാർക്കറ്റാണ്. നിസാറിക്കയുടെ ഭാഷയിലെ ചന്തയാണ്. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഒരു ആനന്ദമാണ്. നല്ല നല്ല പാവ അമ്മച്ചിമാരെയൊക്കെ കാണാം. അവർ നമ്മളുടെ ഇവിടെ പേരൂർക്കട മാർക്കറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ എത്ര പ്രായമായിരുന്നറിയാവോ ഈ ബിസിനസ്സിന് വേണ്ടി ഇരിക്കുന്നത്. ശരിക്കും അതൊക്കെ കാണുമ്പോൾ തോന്നും അവരൊക്കെ എത്ര, അതായത് 90 വയസ്സുള്ള അമ്മൂമ്മമാർ വരെ അവിടെ വിൽക്കാനായിട്ടുണ്ട്. ഞാൻ ഇനി ഇത് അരിഞ്ഞെടുക്കണേ. അപ്പം നമുക്ക് ഇവിടെ 4 വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ മാറ്റിയിട്ട് നമുക്ക് ഇനി ഇതിലേക്കുള്ള മറ്റു മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയുടെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാനേ. ഉലുവ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ 2 വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ. വലിയ ചട്ടി ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം എവിടുന്ന്? അത് ഈ ഷെൽഫിൻ്റെ അകത്തിരിക്കായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ ചട്ടിയാണ് പൊട്ടിയതെന്ന്. പൊട്ടിയത് വേറെ ചട്ടിയായിരുന്നു. ഈ ചട്ടി ഓർമ്മയുണ്ടാ? ഓ, എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നില്ലേ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതല്ലേ അജ്മോൻ തന്ന? ഈ ചട്ടി എനിക്ക് നിസാറിക്കയുടെ ഓഫീസിലുണ്ടായിരുന്ന അജുമോൻ കൊണ്ടുവന്ന ചട്ടിയാണ് കേട്ടോ. അത് തൃശ്ശൂർ എവിടെയാണെന്നാണ്, ഞങ്ങൾ അബുദാബിയിൽ ഇരുന്നപ്പോഴേക്ക് പുള്ളിക്കാരൻ വെക്കേഷന് വന്നപ്പം തൃശ്ശൂരാണ് പുള്ളിക്കാരൻ്റെ സ്ഥലം. അവിടെ നിന്ന് വന്നപ്പം എനിക്ക് കൊണ്ടു തന്ന ചട്ടിയാണ്. അപ്പം നല്ല ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ പോരാൻ നേരം അത് സൂക്ഷിച്ച് പാക്ക് ചെയ്തൊക്കെ ഞാൻ തിരിച്ചിവിടെ കൊണ്ടുവന്നു. കയ്യിൽ തന്നെ കൊണ്ടുവന്നതാണ് അല്ലേ? ഞാൻ എൻ്റെ ഹാൻഡ് ബാഗേജിൽ വെച്ചിട്ടാണ് ഇത് കൊണ്ടുവന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സൂക്ഷിച്ച് അങ്ങ് അലമാരയുടെ അകത്ത് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇല്ല എൻ്റെ കയ്യിൽ കുറേ ചട്ടികളുണ്ട്, പക്ഷെ ഞാനിത് കണ്ടില്ല. അതായിരുന്നു വാസ്തവം. എനിക്ക് ഇനി ഇതിലേക്കാൾ വലിയൊരു ചട്ടി വാങ്ങണം എന്നുണ്ട്. പക്ഷേ എൻ്റെ കണ്ണിൽ അത്ര ഇഷ്ടപ്പെട്ട് ഇതുവരെ വന്നിട്ടില്ല. ചെറുതായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഒരുപാട് മൂക്കാൻ നിൽക്കേണ്ട. നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിവിടെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റണത്. അപ്പോൾ നമ്മുടെ കുക്കർ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബീഫിൻ്റെത്. അപ്പോൾ നമ്മളിത് വഴണ്ട് മസാലയൊക്കെ ഇട്ട് വരുമ്പോഴേക്ക് ഇതിനുള്ളിലെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ വിസിൽ മാറ്റിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമുക്കിനി ഈ മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഇടാവൂ. ഓൾറെഡി നമ്മൾ ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇന്ന് ചപ്പാത്തിയും പോത്തിറച്ചിക്കറിയാണ്. അപ്പോൾ ഈ മാവ് ചപ്പാത്തി ഈസി വേയിൽ കുഴയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴെപ്പോഴും കാണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ബോറാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അത് നോക്കി ഉണ്ടാക്കാവുന്നതാണ്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. ഇതിപ്പം ഞാനൊരു അരമണിക്കൂറായിട്ടുണ്ടാവും കുഴച്ച് വെച്ചിട്ട്. ഇനിയിപ്പം നമ്മളുടെ ഈ പോത്തിറച്ചി റെഡിയാകുമ്പോൾ തന്നെ ചപ്പാത്തിയും ഞാൻ പരത്തി ചുട്ടെടുക്കും.
അപ്പം നമ്മളുടെ ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴണ്ടിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. മറ്റു പൊടികളൊന്നും നമ്മളിപ്പോൾ ചേർക്കത്തില്ല. ഇതിപ്പോൾ പച്ച മണമൊക്കെ മാറി വഴണ്ടി വന്നിട്ടുണ്ട്. കേട്ടോ, കുക്കറിൻ്റെ ആ ഒരു സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഞാൻ വെയിറ്റ് മാറ്റാൻ പോവാണ്. തുറന്ന് നോക്കാം, ഇങ്ങോട്ട് വെക്കാം. കണ്ടോ, നല്ല മണമല്ലേ? അടിപൊളി. മസാലയും ഇതിപ്പോ ഞാൻ ആകെ വെള്ളം ഒഴിച്ചത് നിങ്ങൾ കണ്ടല്ലോ. അത്രയും വെള്ളം മാത്രം ഒഴിച്ചതിനാണ് ഇത്രയും ചാറ് വന്നിരിക്കുന്നത്. അത് ഈ ബീഫിൽ നിന്നൊക്കെ ഊറി വരുന്ന ചാറാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചാറോടുകൂടി തന്നെ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. നിസാറയ്ക്ക് അവിടെ ചട്ടിയുടെ കുക്കറിന്റെ മറ്റേ കാത് പിടിച്ചതുകൊണ്ട് സൗകര്യമുണ്ട്. പണി കിട്ടിയ പിന്നെ പിള്ളേർ വിശന്നിട്ട് എനിക്ക് പണി തരും. അപ്പം നമ്മുടെ അടിപൊളി പോത്ത് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയോന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി ഇതിൽ കിടന്നൊന്ന് പരുവാവട്ടെ കേട്ടോ. അപ്പം കണ്ട നല്ലതുപോലെ തിള വരെയാണ്. അപ്പം നമുക്ക് 2-3 എണ്ണം കറിവേപ്പില കൂടി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. മൂടി വെക്കണോ അതോ മൂടി വെക്കാതെ? മൂടി വെക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോഡ് ഇതാണ്, B5. അപ്പം നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യേണ്ടത് കഴിഞ്ഞ നമ്മളുടെ വീഡിയോയിലെ കോഡ് സ്പേസ് ഇന്നത്തെ കോഡായ B5 സ്പേസ് നിങ്ങളുടെ പേര്. മനസ്സിലായല്ലോ? ഇങ്ങനെ തന്നെ ഇളക്കി ഒരു 5-6 മിനിറ്റ് മതി കേട്ടോ. അപ്പം കണ്ടോ ശരിക്കും ഇങ്ങനെ കറിയായിട്ടിരിക്കുന്നത്. ചപ്പാത്തിക്ക് ഇത് വേണം. ഇവിടെ ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ. മനസ്സിലായി, പോത്തിന്റെ ആൾ ഇന്ന് എത്തിയിട്ടുണ്ട്. ആരെന്നറിയാവോ? സുൽത്താൻ. അപ്പം നമ്മളുടെ ഈ ഗിവ് അവേയിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ ചെയ്യേണ്ട ആവശ്യമില്ല. പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അത് നോക്കി ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മളുടെ പോത്തിറച്ചി 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല വെന്ത് ചാറൊക്കെ ദേ കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞ മെത്തേഡിൽ ഉണ്ടാക്കിയാൽ ഇതുപോലത്തെ ചപ്പാത്തി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ആവി പറക്കുന്ന ചപ്പാത്തിയും പോത്തിറച്ചിക്കറിയും. കൈനീട്ട് നോക്ക്. സുൽത്താന കുറെ ദിവസത്തിന് ശേഷം പോത്തിന് പോത്തിറച്ചി എല്ലാം ഉണ്ട് എനിക്ക്. അതെ, ഇതാണ് ഇവിടുത്തെ ഒരു രീതി. വരച്ചു പോത്ത് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. അടിപൊളി കൊള്ളാം. ഉമ്മാക്കുണ്ടോ സ്പെഷ്യൽ? എന്താ അത് ഉമ്മാക്ക് മാത്രം ഇടിയപ്പം? ഇന്നലെ എന്താ കഴിച്ച രാത്രി നീ? ഓ, ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ? അപ്പൊ ബാക്കിയൊന്നും ഇടിയപ്പം ഉണ്ടായിരുന്നു. പാത്രം കണ്ടോ? നമുക്കൊക്കെ എല്ലാം സ്പെഷ്യൽ ആണല്ലേ. എനിക്ക് ഈ പാത്രത്തിൽ കഴിച്ചാലേ എനിക്ക് തൃപ്തി വരത്തുള്ളൂ. എന്റെ പാത്രമാണ് കേട്ടോ അത്. എനിക്കൊരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ട്. എനിക്ക് സ്റ്റീൽ പാത്രങ്ങളാണ് ഏറ്റവും ഇഷ്ടം.